It is a potent, long-acting benzodiazepine medication. Nidrazepam, oxazepam, flurazepam, then alprazolam ആ ഒരു മെംബ്രെയിൻ ഹൈപ്പർ പോളറൈസേഷൻ നടക്കുമ്പോഴാണ്. ദെൻ അതിനെ നമ്മൾ റൊമാസിഗോൺ എന്നാണ് നമ്മൾ അതിനെ മെയിനായിട്ട് പറയാം. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ ഇന്ന് നമ്മളൊരു 5 മിനിറ്റ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളൊരു ഡ്രഗിന്റെ ഫാർമക്കോളജി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫാർമക്കോളജി ഓഫ് ഡയസിപ്പം ആണ്. അതായത് ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ഡ്രഗിന്റെ മെക്കാനിസം എന്താണ്, സോ അതിന്റെ ആക്ഷൻസ് എന്തൊക്കെയാണ് അതിന്റെ അഡ്വേഴ്സ് എഫക്റ്റ്, എന്തൊക്കെയാണ് അതിന്റെ യൂസസ്, പിന്നെ നമുക്ക് ഏതൊക്കെ റൂട്ട് വഴി കൊടുക്കാം, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്നാൽ കുറച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫാർമക്കോളജി ഓഫ് ഡയസിപ്പം. സോ ഡയസിപ്പം എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ പൊട്ടന്റ് ലോങ് ആക്ടിങ് ബെൻസോഡയസിപ്പിൻ മെഡിക്കേഷൻ. അതായത് ഡയസിപ്പം എന്ന് പറയുന്നത് വളരെ പൊട്ടന്റ് ആയിട്ടുള്ള ഒരു ലോങ് ആക്ടിങ് ആയിട്ടുള്ള ബെൻസോഡയസിപ്പിൻസ് ആണ്. അതായത് ബെൻസോഡയസിപ്പിൻ ക്ലാസ്സിനകത്താണ് നമ്മുടെ ഏത് ഡ്രഗ് വരുന്നത്? ഡയസിപ്പം എന്ന് പറയുന്ന ഡ്രഗ് വരുന്നത്. സോ ഇതൊരു പൊട്ടന്റ് ആയിട്ടുള്ള ലോങ് ആക്ടിങ് ഡ്രഗ് ആണ്. സോ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നത് ആൻറ്റി ആങ്സൈറ്റി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ എപ്പിലെപ്സി, ആൻറ്റി സീഷർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മസിൽ സ്പാസം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൽക്കഹോൾ വിഡ്രോവൽ സിംറ്റംസ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഏത് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്? സോ ഈ ഒരു ഡയസിപ്പം എന്ന് പറയുന്ന ഡ്രഗ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ബ്രാൻഡ് നെയിം വാലിയം ആണ്. ഇതിന്റെ ബ്രാൻഡ് നെയിം എന്ന് പറയുക. സോ ഈ വാലിയം നമ്മൾ ഓറലിയും കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ IV നമ്മൾ എന്താണ് കൊടുക്കാറുണ്ട്. ദെൻ ഡയസ്റ്റാറ്റ് ഉണ്ട്. സോ ഡയസ്റ്റാറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് റെക്ടൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുക. സോ ഇതിൽ മെയിനായിട്ട് ഈ 2 ബ്രാൻഡ് നെയിം ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഡയസിപ്പം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പോട്ടന്റ് ലോങ് ആക്ടിങ് ബെൻസോഡയസിപ്പിൻ മെഡിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ട്രീറ്റ് ആൻസൈറ്റി, മസിൽ സ്പാസം ആൻഡ് സീഷേഴ്സ്. സോ ഇതിന്റെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വാലിയം, അതുപോലെ തന്നെ ഡയസ്റ്റാറ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ അടുത്ത് പറയുന്നത് ബെൻസോഡയസിപ്പിൻ ക്ലാസിഫിക്കേഷൻ അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു ഡയസിപ്പം എന്ന് പറയുന്നത് ബെൻസോഡയസിപ്പിന്റെ അണ്ടറിലാണ് വരുന്നത്. സോ ഡയസിപ്പം മാത്രമല്ല, ലോറസിപ്പം വരുന്നുണ്ട്, ക്ലോണാസിപ്പം വരുന്നുണ്ട്, നൈട്രാസിപ്പം, ഓക്സാസിപ്പം, ഫ്ലൂറാസിപ്പം, ദെൻ അൽപ്രാസോളം, ക്ലോർ ഡയസിപ്പോക്സൈഡ്. സോ ഈ ഡ്രഗ്സ് എല്ലാം ഏതിലാണ് വരുന്നത്? ബെൻസോഡയസിപ്പിൻ ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാ ഡയസിപ്പം, ലോറാസിപ്പം, ക്ലോണാസിപ്പം, ടെമാസിപ്പം, അൽപ്രാസോളം, ഫ്ലൂറാസിപ്പം, ഓക്സാസിപ്പം, നൈട്രാസിപ്പം, then അതുപോലെ തന്നെ ക്ലോർ ഡയസിപ്പോക്സൈഡ്. ഇത്രയാണ് ഏതിൽ വരുന്നത്? ബെൻസോഡയസിപ്പിന്റെ അണ്ടറിൽ വരുന്ന ഡ്രഗ്സ്. സോ നെക്സ്റ്റ് റൂട്ട്. ഏതൊക്കെ റൂട്ട് വഴി നമുക്ക് ഡയസിപ്പം അഡ്മിനിസ്റ്റർ ചെയ്യാം? സോ ഫസ്റ്റ് പറയുന്നത് ഓറൽ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് മെയിനായിട്ട് നമ്മൾ ടാബ്ലറ്റ് ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ ലിക്വിഡ് ആയിട്ടും ഏത് കൊടുക്കാറുണ്ട്? ഡയസിപ്പം കൊടുക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ ഓറലി നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിത്തിൻ 30 or 60 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി 1 hour ഉണ്ടായിരിക്കും അതിൻ്റെ ആക്ഷൻ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ ഇൻട്രാവീനസ്ലി കൊടുക്കുകയാണെങ്കിൽ വിത്തിൻ 5 മിനിറ്റ്സ് തന്നെ നമുക്ക് ഈ ഒരു ഡ്രഗിൻ്റെ ആക്ഷൻസ് കിട്ടും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ റെക്ടൽ റൂട്ട് വഴിയും ഇൻട്രാമസ്കുലർ റൂട്ട് വഴിയും ഏത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡയസിപ്പം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അതിൻ്റെ റൂട്ട്സ് ആണ്. ഏതൊക്കെ റൂട്ട്സ് വഴി നമുക്ക് ഡയസിപ്പം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം? സോ ഓറൽ റൂട്ട് പറയുന്നുണ്ട്, IV പറയുന്നുണ്ട്, റെക്ടൽ പറയുന്നുണ്ട്, ഇൻട്രാമസ്കുലർ പറയുന്നുണ്ട്. സോ ഓറൽ റൂട്ട് വഴി മെയിനായിട്ട് ടാബ്ലറ്റ് സസ്പെൻഷൻ പോലെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. സോ ഇതിൻ്റെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു 30 അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 1 hour വേണം. ദെൻ നമ്മൾ ഇൻട്രാവീനസ് റൂട്ട് വഴിയാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ വിത്തിൻ 5 മിനിറ്റ്സ് തന്നെ നമുക്ക് ഡയസിപ്പത്തിൻ്റെ ആക്ഷൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡയസ്റ്റാറ്റ്, റെക്ടൽ റൂട്ട് വഴി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഡയസ്റ്റാറ്റ് എന്ന് പറയുന്നത്. നമുക്ക് റെക്ടൽ റൂട്ട് വഴിയും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ IM ഇൻട്രാമസ്കുലർ റൂട്ട് വഴിയും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം. അതായത് IV റൂട്ട് പോസിബിൾ അല്ലാത്ത സമയത്താണ് നമ്മൾ ഇൻട്രാമസ്കുലർ റൂട്ട് വഴി ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നത് ഡോസേജ് ആണ്. സോ ഓറലി നമ്മൾ കൊടുക്കുമ്പോൾ 5 to 10 milligram ആണ് കൊടുക്കുക. ദെൻ IV വഴിയാണെങ്കിൽ ഇനിഷ്യലി 2 to 10 milligram നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യും. ദെൻ ഫോളോഡ് ബൈ 500 ml ഓഫ് ഡെക്സ്ട്രോസ് വിത്ത് 40 milligram ഓഫ് ഡയസിപ്പം.
ഓക്കെ, അതായത് നമ്മൾ ഓറലി കൊടുക്കുകയാണെങ്കിൽ 5 to 10 milligram വരെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാറുണ്ട്. ദെൻ IV ആണെങ്കിൽ ഇനിഷ്യലി 2 to 10 milligram ആണ് കൊടുക്കുക. സോ അത് വിത്തിൻ 5 minutes തന്നെ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഡയസെപ്പത്തിൻ്റെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ അതിനുശേഷം നമ്മൾ ഡെക്സ്ട്രോസ് സൊല്യൂഷനിൽ 40 milligram വരെ ഡയസെപ്പം നമുക്ക് എന്ത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡോസേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പറയുന്നത് മെക്കാനിസം ഓഫ് ആക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിളും ആണ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ മെയിനായിട്ട് ഡയസിപ്പം ബൈൻഡ് ചെയ്യുന്നത് ഗാബ എ റിസപ്റ്ററിലാണ്. സോ ഇതെന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള റിസപ്റ്ററിലാണ് ആര് ആക്ട് ചെയ്യുന്നത്? ഡയസിപ്പം. അതായത് നമ്മൾ CNSന്റെ ക്ലാസിഫിക്കേഷനിലാണ് ഏത് വരുന്നത്? ഈ ഒരു ബെൻസോ ഡയസിപ്പിൻ കാറ്റഗറി വരുന്നത്. സോ ഇത് മെയിനായിട്ട് നമ്മുടെ ബ്രെയിനിലുള്ള ഗാബ എ റിസപ്റ്റേഴ്സിലായിരിക്കും ഈ നമ്മുടെ ഡയസിപ്പം എന്ന് പറയുന്ന ഡ്രഗ് മെയിനായിട്ട് ആക്ട് ചെയ്യാം. സോ ഗാബ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്താണ്? ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, അല്ലെങ്കിൽ അതിനൊരു ഇൻഹിബിറ്ററി ആക്ഷൻ ആണുള്ളത്. സോ നമ്മുടെ ഈ എക്സൈറ്റ് ആയിരിക്കുന്ന ന്യൂറോൺസിനെയൊക്കെ എന്ത് ചെയ്യണം? റിലാക്സ് ആക്കണം. സോ അങ്ങനെയായിരിക്കും നമുക്ക് സെഡേറ്റീവ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആൻറ്റി ആൻസൈറ്റി എഫക്റ്റ്, അല്ലെങ്കിൽ ഒരു ആൻറ്റി എപ്പിലെപ്റ്റിക് എഫക്റ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ എക്സൈറ്റ് ആയിരിക്കുന്ന ന്യൂറോൺസിനെയൊക്കെ എന്ത് ചെയ്യണം? റിലാക്സ് ചെയ്യണം അല്ലേ? സോ അവിടെ ഗാബയുടെ ആക്ഷനാണ് മെയിനായിട്ട് മീഡിയേറ്റ് ചെയ്യുക. സോ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ ഡയസിപ്പം നമ്മുടെ ഗാബ എ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുകയും സോ അവിടെ നിന്ന് ക്ലോറൈഡ് ചാനൽ അയോണിൻ്റെ ഓപ്പണിംഗ് ആയിരിക്കും നടക്കുക. ഓക്കെ, ക്ലോറൈഡ് അതായത് ഇറ്റ് ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് ക്ലോറൈഡ് ചാനൽ ഓപ്പണിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബാർബിറ്റുറേറ്റിൻ്റെ കേസിലാണെങ്കിൽ ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ക്ലോറൈഡ് ചാനൽ ഓപ്പണിംഗ് ആയിരിക്കും വരിക. സോ ഇവിടെ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് ക്ലോറൈഡ് ചാനൽ ഓപ്പണിംഗ്. അതായത് അവിടെ ക്ലോറൈഡിന്റെ ലെവലാണ് കൂടുക അല്ലേ? സോ ആ സമയത്ത് മെംബ്രെയിൻ ഹൈപ്പർ പോളറൈസ് ആവും. ഇറ്റ് കോസസ് മെംബ്രെയിൻ ഹൈപ്പർ പോളറൈസേഷൻ ആൻഡ് ഫൈനലി റിസൾട്ട് ഇൻ CNS ഡിപ്രഷൻ. അതായത് ഈ ഒരു CNS ഡിപ്രസ് ആകുമ്പോഴാണ് അവിടെ ഒരു ആങ്സിയോലൈറ്റിക് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ആൻറ്റി കൺവൾസൻ്റ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ മസിൽ സ്പാസം ഒക്കെ റിഡ്യൂസ് ആവുന്ന ഒരു കണ്ടീഷൻ വരുന്നത് എപ്പോഴാണ്? ആ ഒരു മെംബ്രെയിൻ ഹൈപ്പർ പോളറൈസേഷൻ നടക്കുമ്പോഴാണ്. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഓർത്ത് വെക്കുക, വേറെ ഒന്നുമല്ല, ഡയസിപ്പം ഏത് റിസപ്റ്ററിലാണ് ബൈൻഡ് ചെയ്യുന്നത്? ഗാബ എ റിസപ്റ്ററിലാണ് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് റിസൾട്ട് ഇൻ ഗാബ മീഡിയേറ്റഡ് ക്ലോറൈഡ് ചാനൽ ഓപ്പണിംഗ്. അവിടെ ക്ലോറൈഡ് ചാനലിൻ്റെ ഓപ്പണിംഗ് ആയിരിക്കും നടക്കുന്നത്. ആൻഡ് ഇറ്റ് മെയിൻലി ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് ക്ലോറൈഡ് ചാനൽ ഓപ്പണിംഗ്. ഫ്രീക്വൻസി ആയിരിക്കും കൂടുക. ആൻഡ് ഇറ്റ് കോസസ് മെംബ്രെയിൻ hyperpolarization and finally result in reduction of neuronal excitability. അതായത് ഈ എക്സൈറ്റ് ചെയ്തിരിക്കുന്ന ന്യൂറോണൊക്കെ അവിടെ റിലാക്സ് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി പ്രൊഡ്യൂസ് സെഡേറ്റീവ് എഫക്റ്റ് ആണെങ്കിൽ അങ്ങനെ, ദെൻ ആൻറ്റി ആൻസൈറ്റി എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആൻറ്റി കൺവൾസൻ്റ് ആക്ഷൻ ഉണ്ട്, ദെൻ അതുപോലെ തന്നെ മസിൽ റിലാക്സൻ്റ് ആക്ഷനും ഉണ്ട്. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മെക്കാനിസം എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഗാബ എ റിസപ്റ്റർ ആണെന്ന് ഓർക്കുക. ദെൻ അവിടെ ക്ലോറൈഡ് ചാനൽ അയോണിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും ഇവിടെ മെയിനായിട്ട് ഇൻക്രീസ് ആവുക. സോ മെംബ്രെയിൻ ഹൈപ്പർ പോളറൈസ് ആവുന്നു. ദെൻ നമുക്ക് വേണ്ട CNS ഡിപ്രഷൻ ആക്ഷൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ മെക്കാനിസം എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഫാർമക്കോ കൈനറ്റിക്സ്. കൈനറ്റിക്സ് വളരെ സിമ്പിളാണ്. സോ ഇറ്റ് റാപ്പിഡ്ലി അബ്സോർബ്ഡ് ആഫ്റ്റർ ഓറൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ ഓറലി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുകയും വിത്തിൻ 30 to 60 minutes പ്ലാസ്മയിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയായിരിക്കും ചെയ്യുക. പീക്ക് പ്ലാസ്മ റീച്ച്ഡ് വിത്തിൻ 30 to 60 minutes. ദെൻ അതുപോലെ തന്നെ ഈ ഡ്രഗ് ഹൈലി ലിപ്പോഫിലിക് ആണ്. അതായത് ലിപ്പോഫിലിക് എന്ന് പറയുമ്പോൾ അതെവിടെയാണ്? ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ CNS എഫക്റ്റ് അവിടെ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ വളരെ ചെറിയ രീതിയിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാസൻ്റെയും ക്രോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ it's an important point. The primary active metabolite of diazepam is desmethyl diazepam. ഓക്കെ, ഏതാണ് നമ്മുടെ ഡയസിപ്പത്തിൻ്റെ പ്രൈമറി ആക്റ്റീവ് മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത്? എന്താണ്? ഡെസ്മീഥൈൽ ഡയസിപ്പം ആണ്. സോ ഇതിൻ്റെ മെയിനായിട്ട് എക്സ്ക്രീഷൻ നടക്കുക യൂറിനിലാണ്. സോ ഈ ഒരു സ്ലൈഡിൽ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡെസ്മീഥൈൽ ഡയസിപ്പം പ്രൈമറി ആക്റ്റീവ് മെറ്റബോളൈറ്റ് ഏതാണ്? ഡെസ്മീഥൈൽ ഡയസിപ്പം ആണ്. സോ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ADR. എന്തൊക്കെയാണ് ഡയസിപ്പത്തിൻ്റെ മെയിനായിട്ട് വരുന്ന ADR? ഡ്രോസിനസ്, അതായത് ഒരു മയക്കം പോലെ വരാറുണ്ട്, ഡിസിനസ് വരാറുണ്ട്, ട്രെമേഴ്സ് വിറയൽ വരാറുണ്ട്, കൺഫ്യൂഷൻ വരാറുണ്ട്, ഇംപെയർഡ് കോർഡിനേഷൻ, ദാറ്റ് മീൻസ് അറ്റാക്സിയ. ആ ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇംപെയർഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, ബോഡി മൂവ്മെൻറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
അറ്റാക്സിയ എന്ന് പറയുന്നത്. ദെൻ മസിൽ വീക്ക്നെസ് വരാറുണ്ട്, അംനീഷ്യ വരാറുണ്ട്, ദെൻ റെസ്പിറേറ്ററി ഡിപ്രഷൻ വരാറുണ്ട്. സോ നമ്മളിപ്പോൾ ഇത് ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒപ്പിയോയിഡ് അനാൽജസിക്സ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ADR ആണ് റെസ്പിറേറ്ററി ഡിപ്രഷൻ എന്ന് പറയാം. സോ നമ്മൾ ഒരിക്കലും ഡയസെപ്പത്തിൻ്റെ കൂടെ ഏത് കൊടുക്കാൻ പാടില്ല, ഒപ്പിയോയിഡ് അനാൽജസിക്സ് കൊടുക്കാൻ പാടില്ല. സോ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഫാറ്റൽ ആയിട്ടുള്ള ഒരു റെസ്പിറേറ്ററി ഡിപ്രഷൻ കണ്ടീഷൻ ആയിരിക്കും അവിടെ മെയിനായിട്ട് ഉണ്ടാകുക. സോ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ കൂടെ ഒരു പോയിന്റൂടെ പഠിച്ചു, എന്താണ് കോൺട്രാ ഇൻഡിക്കേഷൻ പഠിച്ചു അല്ലെ. അതായത് ഒപ്പിയോയിഡ് അനാൽജസിക്സിന്റെ കൂടെ നമ്മൾ എന്ത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പാടില്ല, ഡയസിപ്പം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പാടില്ല. ദെൻ ഹൈപ്പോടെൻഷൻ വരുന്നുണ്ട്, ബ്ലഡ് വിഷൻ വരുന്നുണ്ട്, ദെൻ സിവിയർ സ്കിൻ റാഷസ്, അതായത് നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ഐസ് ഒക്കെ ലൈറ്റ് യെല്ലോയിഷ് കളർ, അതായത് ചെറിയ രീതിയിലുള്ള ജോണ്ടിസ് കണ്ടീഷനും വരാറുണ്ട്. സോ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഏരിയ. സോ അറ്റാക്സിയ എന്ന് പറയുന്ന ഒരു കാര്യം ഓർക്കുക. ദെൻ അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാകാറുണ്ട്, മെയിൻലി വിത്ത് ഒപ്പിയോയിഡ് അനാൽജസിക്സിലാണ്. ദെൻ അതുപോലെ തന്നെ ഹൈപ്പോടെൻഷൻ, ബ്ലഡ് വിഷൻ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ADR എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആൻറ്റിഡോട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബെൻസോഡയസെപ്പിൻ കാറ്റഗറി വരുമ്പോൾ തന്നെ അതിൻ്റെ ഓവർഡോസ് നടക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ഫ്ലൂമസെനിലാണ്. ഓക്കെ, ഫ്ലൂമസെനിലാണ് കൊടുക്കുക. ദെൻ അതിനെ നമ്മൾ റൊമാസിഗോൺ എന്നാണ് നമ്മൾ അതിനെ മെയിനായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ബെൻസോഡയസെപ്പിൻ ആൻറ്റഗോണിസ്റ്റ് അല്ലെങ്കിൽ ഡയസിപ്പം ആൻറ്റഗോണിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡ്രഗിൻ്റെ ഓവർഡോസ് വരികയാണെങ്കിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ഫ്ലൂമസെനിലാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് യൂസസ് ആണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ പറഞ്ഞു അല്ലെ, നമ്മൾ ഏതൊക്കെ കാറ്റഗറിയിലാണ് ഇത് വരിക. ആൻറ്റി ആങ്സൈറ്റി അല്ലെ, അതിനകത്ത് വരുന്നുണ്ട് ഈ ഡയസിപ്പം എന്ന് പറയുന്ന ഡ്രഗ്. സോ മെയിനായിട്ട് ഇത് ആങ്സിയോലൈറ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ആൻറ്റി കൺവൾസൻ. കൺവൾഷൻ എന്ന് പറയുമ്പോൾ ബ്രെയിനിലുള്ള ന്യൂറോൺസിന്റെ എക്സൈറ്റേഷൻ ആണ് അവിടെ നടക്കുക. സോ ആ ഒരു ന്യൂറോൺസിനെ കാമാക്കാനും റിലാക്സ് ആക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുണ്ട്? ഡയസിപ്പം യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സെഡേറ്റീവ് ആക്ഷൻ ഉണ്ട് അല്ലേ. സെഡേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ, അവിടെയും പേഷ്യൻറ്റിനെ കാം ആക്കുകയാണ്. വിത്തൗട്ട് പ്രൊഡ്യൂസിങ് സ്ലീപ്പ് പ്രൊഡ്യൂസ് ചെയ്യാണ്ട് തന്നെ ആ ഒരു പേഷ്യൻറ്റിനെ റിലാക്സ് ആക്കുകയാണ്. സോ ദാറ്റ് ഈസ് സെഡേറ്റീവ് ആക്ടിവിറ്റി. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് കൊടുക്കാം? ഡയസിപ്പം കൊടുക്കാം. പിന്നെ അടുത്ത് പറയുന്നത് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ. ഇപ്പോൾ പ്രീ അനസ്തെറ്റിക് പേരിൽ തന്നെ ഉണ്ട് അല്ലേ, അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള അനസ്തീഷ്യ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഏത് ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്? ഡയസിപ്പം. എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ സോ അനസ്തീഷ്യ കൊടുക്കുക ഒരു സർജറിക്ക് പോകുന്നതിന് മുന്നേ പേഷ്യൻ്റ് കുറച്ച് ആൻസൈറ്റി ആയിരിക്കും അല്ലെ, കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ കാണും. സോ പേഷ്യൻറ്റിനെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടി, ഒന്ന് കാം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷനായിട്ട് ഏത് കൊടുക്കാറുണ്ട്? ഡയസിപ്പം കൊടുക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ ആൽക്കഹോൾ വിഡ്രോവൽ സിംറ്റംസ്, അതായത് ആൽക്കഹോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറച്ച് സിംറ്റംസ് ഉണ്ടാവും. സോ ആ ഒരു സിംറ്റംസ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് കൊടുക്കാറുണ്ട്? ഡയസിപ്പം കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ഈ ഒരു 5 minutes കൊണ്ട് തന്നെ നമ്മൾ ഒരു മിനിമം നമ്മളൊരു 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ. സോ നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ പൊട്ടന്റ് ലോങ് ആക്ടിങ് ബെൻസോഡയസെപ്പിൻ മെഡിക്കേഷൻ ആണെന്ന് പറഞ്ഞു. ദെൻ മെയിൻ ആയിട്ട് നമ്മൾ ആങ്സൈറ്റിക്കും സെഡേറ്റീവ് ആയിട്ടും എപ്പിലെപ്സിക്കും മസിൽ സ്പാസം റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ ബെൻസോഡയസെപ്പിൻ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ഡ്രഗ്സ് പറഞ്ഞു അല്ലേ. ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? ഡയസിപ്പം പറഞ്ഞു, ദെൻ അതുപോലെ തന്നെ ക്ലോണാസിപ്പം, നൈട്രാസിപ്പം, ഓക്സാസിപ്പം, ഫ്ലൂറാസിപ്പം. സോ അങ്ങനെയുള്ള കുറച്ച് ഡ്രഗ്സ് നമ്മൾ പറഞ്ഞു. സോ ഇതിന്റെ എല്ലാ മെക്കാനിസവും എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഓറലി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു, IV, IM, റെക്ടൽ റൂട്ട് വഴിയൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്? IV വഴി കൊടുക്കുമ്പോഴാണ്. വിത്തിൻ 5 minutes തന്നെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു. അതുപോലെ തന്നെ റെക്ടൽ റൂട്ട് വഴി നമ്മൾ കൊടുക്കുക എന്ന് വെച്ചാൽ എമർജൻസി ആയിട്ടുള്ള ഒരു സീഷർ കണ്ടീഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഏത് റൂട്ട് വഴി കൊടുക്കാറുണ്ട്? റെക്ടൽ റൂട്ട് വഴി കൊടുക്കാറുണ്ട്. മെക്കാനിസം ഓഫ് ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താ പറഞ്ഞത്? ഗാബ എ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്തതിന് ശേഷം ഇറ്റ് ഇൻക്രീസ് ദ ഫ്രീക്വൻസി ഓഫ് chloride ion channel opening and causes membrane hyperpolarization and this reduce neuronal excitability and finally it produce CNS depressant action, that is anti-anxiety, anti-convulsant action.
ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞത് കൈനറ്റിക്സ് ആണ്. ഓറലി അബ്സോർപ്ഷന്റെ കാര്യം പറഞ്ഞു. ദെൻ മെറ്റബോളിസം ലിവറിലാണ് മെയിനായിട്ട്. സൈറ്റോക്രോം P450 എൻസൈംസിന്റെ പ്രസൻസിലാണ്. ഓക്കെ, ദെൻ അതിന്റെ ആക്റ്റീവ് മെറ്റബോളൈറ്റിന്റെ കാര്യം പറഞ്ഞു. എക്സ്ക്രീഷൻ യൂറിനിലാണെന്ന് പറഞ്ഞു. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ദെൻ അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ആന്റിഡോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലൂമസെനിലാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ ADR പറഞ്ഞു, അല്ലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ADR. ഹൈപ്പോടെൻഷൻ ഉണ്ടാകുന്നുണ്ട്, അറ്റാക്സി അതായത് ഇംപെയർഡ് കോർഡിനേഷൻ ഉണ്ടാകുന്നെന്ന് പറഞ്ഞു. ദെൻ ഒപ്പിയോയിഡിന്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ സിവിയർ ആയിട്ടുള്ള റെസ്പിറേറ്ററി ഡിപ്രഷൻ, ദെൻ ജോണ്ടിസ് പോലുള്ള കാര്യങ്ങൾ. നമ്മൾ ഫൈനലി അതിന്റെ യൂസ് പറഞ്ഞു. ഓക്കെ, യൂസ് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. ആന്റി ആൻസൈറ്റി, സെഡേറ്റീവ് ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്താണ് മിനിമം ഒരു 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ഒരു 5 മിനിറ്റ്സ് എന്താ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. സോ നല്ല രീതിയിൽ ഈ ക്ലാസ് കേട്ട് അതിനെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിന് നമുക്ക് നെക്സ്റ്റ് ഒരു 5 മിനിറ്റ് വീഡിയോ ആയിട്ട് കാണാം. സോ ടിൽ ദെൻ ബൈ, താങ്ക് യു.